എൻ്റെ പേര് സൂസമ്മ ലൂക്കോസ്. ഞാൻ വരുന്നത് കൊട്ടാരക്കര കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മോള് ബിടെക് പാസ്സായിട്ട് നിൽക്കുന്നു, ഇളയ മോള് +2 പഠിക്കുന്നു. ഞാൻ 2022 മെയ് 14 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. പുള്ളിക്ക് ഡയലേറ്റഡ് കാർഡിയാക് മയോപ്പതി എന്ന് പറയുന്ന ഹൃദ്രോഗമാണ് ബാധിച്ചത്. 2012 മുതലാണ് പുള്ളിക്ക് ഈ രോഗം തുടങ്ങിയത്. പക്ഷേ ഈ രോഗത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ ഫൈനലി എന്താവുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2021 ഡിസംബർ അവസാനം പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആസാമിലായിരുന്നു, NHPCയിൽ. അപ്പോൾ ആ വർഷം തോറും ഞങ്ങൾ അവധിക്ക് വരുമ്പം ഇവിടെ തിരുവനന്തപുരത്ത് SVTയിലായിരുന്നു ട്രീറ്റ്മെൻറ്റിന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തും. 2021 ഡിസംബർ അവസാനം ഞങ്ങൾ ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഹാർട്ടിൻ്റെ മസിൽസ് എല്ലാം വീക്കായതുകൊണ്ട് ഹാർട്ടിന് ബീറ്റ് ചെയ്യാനുള്ള ശക്തിയില്ല, അപ്പോൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് ഡോക്ടർ ഞങ്ങളോട് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾ മാനസികമായിട്ട് വളരെ തകർന്നു പോയി. ഈ അവസ്ഥയിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതിനുള്ള സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ വളരെ വലുതായതുകൊണ്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി. പുള്ളി ജോലി ചെയ്യുന്നിടത്തു നിന്ന് ലോണൊക്കെ തിരക്കിയെങ്കിലും അതൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പുള്ളി ഇപ്പം എങ്ങനെ ജോലിക്ക് പോയി അവിടെയൊക്കെ തിരക്കിയിട്ടൊന്നും നടക്കുന്നില്ല. പിന്നെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുള്ളി മെയ്യിലിങ്ങ് പെട്ടെന്ന് പുള്ളിക്ക് ടെൻഷൻ കൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ട് പനിയൊക്കെ ബാധിച്ച് ജനുവരിയിൽ തന്നെ പുള്ളി തിരിച്ചു പോയിരുന്നു ആസാമിൽ നിന്ന്. അപ്പോൾ 2022 ജനുവരി തൊട്ട് പുള്ളി നാട്ടിലുണ്ട്. അപ്പം ഇവിടുത്തെ SVTയിലുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. അപ്പോൾ 2022 മെയ് ആയപ്പം ഏപ്രിൽ 26 ആയപ്പം പുള്ളിക്ക് ഒരു പെട്ടെന്ന് കൊളാപ്സായിട്ട് പുള്ളി അങ്ങ് ബോധം കെട്ട് വീണു പെട്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഹാർട്ട് ബീറ്റ് വളരെ വലുതായി. അപ്പം പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് വലുതായി 250-300 ആയത് പെട്ടെന്ന് ഇടിച്ചിടിച്ച് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അവരിങ്ങനെ ഹീറ്റൊക്കെ കൊടുത്ത് കുറച്ച് വെച്ചു. അപ്പോൾ ഒരു മെഷീനൊക്കെ അവർ വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പ്രാവശ്യം ഇങ്ങനെ കൊളാപ്സായി. അത് കഴിഞ്ഞ് 2022 മെയ്യിൽ തന്നെ ഇങ്ങനെ കൊളാപ്സായി ബോധം കെട്ട് പുള്ളി കിടന്നപ്പോഴാണ് എൻ്റെ സിസ്റ്ററിലാണ് കൃപാസന മാതാവിൻ്റെ കാര്യം എന്നോട് പറയുന്നത്. അങ്ങനെ ഞാൻ 2022 മെയ് 14 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി. അത് കഴിഞ്ഞ് പുള്ളി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നു. അങ്ങനെ പോവുകയായിരുന്നു. പിന്നെ ഞങ്ങൾ 2 പ്രാവശ്യം ഞാൻ ഹസ്ബൻഡിനെ കൊണ്ട് തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ സെപ്റ്റംബറിൽ ഒരു 24 ആയപ്പോൾ 2022 സെപ്റ്റംബർ 24 ആയപ്പോൾ പുള്ളി കുളിക്കാൻ ബാത്റൂമിൽ കയറിയതായിരുന്നു. പെട്ടെന്ന് കൊളാപ്സായി അങ്ങ് വീണു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഹാർട്ട് ബീറ്റ് റേസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു ഇനി ഇതിൻ്റെ റെമഡി എന്ന് പറയുന്നത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ തന്നേ ഉള്ളൂ, അത് ഞങ്ങളെക്കൊണ്ട് ചെയ്യാനുള്ളത് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു മെഷീൻ വെച്ചിട്ട് അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ 6 ലക്ഷം രൂപയോളമായി ആ ഒരു മെഷീൻ വെച്ചതിന്. അങ്ങനെ 6 ലക്ഷം രൂപ കൊണ്ട് ആ മെഷീൻ വെച്ചപ്പോഴേ ഡോക്ടർ പറഞ്ഞായിരുന്നു ഒരു ടെമ്പററി ആണ്, ഇത് പെർമനൻറ്റ് ക്യൂർ അല്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ആ മെഷീൻ വെച്ചിട്ട് അപ്പം മെഷീൻ വെക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് ഇത്രയും സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ 24 ഞങ്ങൾ പുള്ളി ICU കയറ്റിയതാണ്. 25 വരെ പുള്ളിക്ക് ബോധം സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ 25 കഴിഞ്ഞിട്ട് ഞാൻ ICUയിൽ കയറുമ്പം പുള്ളിക്ക് എൻ്റെ സംസാരം കേൾക്കാം, പക്ഷേ ഞാൻ നിൽക്കുന്നിടത്തോട്ടല്ല പുള്ളി നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ ചോദിച്ചു കണ്ണ് കാണാൻ പറ്റുന്നില്ല, പറഞ്ഞ് കാഴ്ച കുറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ കാഴ്ച കുറയുന്നു. അപ്പോൾ ഞാനാണ് ഡോക്ടറോട് സിസ്റ്ററോട് പറഞ്ഞത്, സിസ്റ്റർ പുള്ളിക്ക് കാഴ്ച കുറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം കാഴ്ച നോക്കിയപ്പം കാഴ്ച കുറയുന്നുണ്ട്. പിന്നെ ഒന്നും ഒരു സെൻസ് ഇല്ലാതെ വരുക, നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെ ഒക്ടോബർ 8 വരെ പുള്ളി എന്ത് ചെയ്തു, ബോധമില്ലാതെ ICUയിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഓരോന്ന് പുലമ്പി ഇങ്ങനെ കിടക്കുമായിരുന്നു. ഈ സമയത്തൊക്കെ ഞാൻ ഉടമ്പടിയിലായിരുന്നുണ്ട്. വെളിയിൽ ICUവിൻ്റെ മുറിയിൽ ധ്യാനപ്രസംഗവും പിന്നെ ഈ ഉടമ്പടി തൈലവും കൊണ്ട് ഹാർട്ടിൽ ഇങ്ങനെ കുരിശ് വരച്ച് എപ്പോഴും പ്രാർത്ഥനയിലും ആയിരുന്നു നിന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഈ സെപ്റ്റംബർ 25 തൊട്ട് ഒക്ടോബർ 8 ഉള്ള ദിവസങ്ങളിൽ ഹസ്ബൻഡ് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇങ്ങനെ വിചാരിച്ചിരുന്ന് ഒക്ടോബർ 7 ആയപ്പോൾ ഡോക്ടർ വൈകിട്ടായപ്പോൾ ഞങ്ങളിപ്പോൾ ഇത്തിരി ഭയങ്കര സീരിയസ് ആയിട്ട് പുള്ളി ആരെയും തിരിച്ചറിയുന്നില്ല, എന്തൊക്കെയോ ബോധം കേട്ടിങ്ങനെ പറയുന്നത് പോലായിരുന്നു. ഒരു ബോധവും ഇല്ല, പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒക്ടോബർ 7 ആയപ്പം വൈകിട്ട് ഡോക്ടർ വിളിച്ചു പറഞ്ഞു
റജി എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര്. പുള്ളിയുടെ ഹാർട്ട് ബീറ്റ് വളരെ 8 ഇപ്പം പെട്ടെന്ന് ഇത് സ്റ്റോപ്പാവും എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഐസിൻ്റെ വെളിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്നും ഒരു അനക്കവും കേൾക്കുന്നില്ല. അപ്പം ബ്രദറെല്ലോയെ വിളിച്ച് ഡോക്ടർ പറഞ്ഞു റജിക്ക് ബോധം വീണെന്ന് പറഞ്ഞു. റജിക്ക് പെട്ടെന്ന് റജി കണ്ണ് തുറന്ന് ഒക്ടോബർ ഒരു 15 ദിവസത്തിന് ശേഷമാണ് പുള്ളി കണ്ണ് തുറന്ന് ആദ്യം നോക്കുന്നത്. അവൾ എന്ത് ചെയ്യും, മക്കൾ എന്ത് ചെയ്യുന്നതാണ് ആദ്യം ചോദിക്കുന്നത്. ഇത്രയും ദിവസം ഹോസ്പിറ്റലിലായിരുന്നെന്നോ ഒന്നും പുള്ളിക്ക് ഒരു ബോധവും ഇല്ലായിരുന്നു. അന്ന് മാതാവിൻ്റെ തൈലവും ഉടമ്പടി പ്രാർത്ഥനയും ധ്യാനപ്രസംഗം കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 മാസം ഹസ്ബൻഡിനെ ഐസുദൈവം കൂട്ടിത്തന്ന്. ആ ദിവസങ്ങളിലാണ് ഹസ്ബൻഡ് എൻ്റെ മക്കളോട് സംസാരിക്കുകയും വളരെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതലായിട്ട് ഹസ്ബൻഡിനെ ശുശ്രൂഷിക്കാനും ഒക്കെയുള്ള നമുക്കറിയാമായിരുന്നു അതൊരു പെർമനൻ്റ് ക്യൂർ അല്ലെന്ന്. എന്നാൽ അത്രയും നാളോടെ മാതാവ് ഞങ്ങൾക്ക് കാണാനും ശുശ്രൂഷിക്കാനുള്ള അവസരം തന്നു. 2023 ജനുവരി 20 അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. അപ്പം ഞങ്ങൾ ഉണ്ട്, ഞാനും കുഞ്ഞുങ്ങളും ഉണ്ട് വീട്ടിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ മാനസികമായിട്ട് വളരെ പ്രയാസത്തിലായിരുന്നു. പുള്ളിക്ക് മാത്രമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ജോലിയൊന്നുമില്ല. 2 മക്കളുണ്ട്, വിദ്യാഭ്യാസം ചെയ്യിക്കണം. അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം മനസ്സാകെ പതറിപ്പോയ നിമിഷങ്ങളായിരുന്നു അത്. എനിക്കത് എന്ത് വന്നാലും മാതാവിൻ്റെ കാശുരൂപം എടുത്ത് വെച്ച് ഞാൻ എന്ത് ചെയ്യണം മാതാവേ എന്നല്ലാതെ എനിക്കൊന്നും പറയാൻ അറിയത്തില്ല. എനിക്കൊന്നും അറിയത്തില്ല. ഇങ്ങനെ വന്ന് ഞാൻ പറയാൻ പോലും എനിക്കറിയത്തില്ല എവിടെ നിന്ന് ധൈര്യം കിട്ടിയെന്ന്. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ കൊഞ്ചിച്ച് വളർന്നതാണ്. 5 ആങ്ങളമാർക്കും ഒരു പെങ്ങളെ മോള്. എനിക്കിങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഇതൊക്കെ ആ ജീവിതത്തിൽ വന്നപ്പോൾ എത്ര പ്രതിസന്ധി കൂടെ ഞാൻ തകർന്നു പോയ അവസ്ഥയിൽ മാതാവ് മാത്രമാണ് എന്നെ രക്ഷിച്ചത്. മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മയെ ജീവിക്കാനൊരു മാർഗം തരണേ അമ്മേ. അങ്ങനെ ഇപ്പം ഞാൻ BEd ഒക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ അടുത്ത് ഞങ്ങളുടെ പ്രൈവറ്റ് സ്കൂളിൽ മാറിവാനൂസ് വെദനി സ്കൂളിൽ ഞാൻ TGT ആയിട്ട് ഇപ്പം അന്ന് മെയ്യിൽ തന്നെ എനിക്ക് കഴിഞ്ഞ വർഷം മെയ്യിൽ തന്നെ എനിക്ക് ജോലി കിട്ടി. അപ്പം ഞാൻ ടീച്ചറായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. മാതാവിൻ്റെ ഒറ്റൊരു അനുഗ്രഹം കൊണ്ടാണ് എന്നും രാവിലെ ആ സ്കൂളിൽ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ളതാണ്. രാവിലെ മാതാവിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാമാണ്. സന്തോഷ സമാധാനത്തോടെ എനിക്കവിടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം മാതാവ് ഒരുക്കി തരുന്നു. അതുപോലെ എൻ്റെ 2 മക്കളുണ്ട്. മൂത്ത മോള് ഹസ്ബൻഡ് മരിക്കുന്ന ജനുവരി 20 അവൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടായിരുന്നു. ജനുവരി 21 അവൾക്ക് BTechൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം നടക്കുകയാണ്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു എൻ്റെ കുഞ്ഞ് എങ്ങനെ പരീക്ഷ എഴുതും, പരീക്ഷ എഴുതിയില്ലെങ്കിൽ ഇയർ ബാക്കായി പോകുമല്ലോ, അവൾക്ക് പരീക്ഷ എഴുതാനുള്ള മാനസികാവസ്ഥയില്ല. അപ്പോൾ അവിടെ ടീച്ചറും ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞ് പരീക്ഷ എഴുതാമെങ്കിൽ എഴുത്, തോക്കുന്നെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇയർ എഴുതാം, അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അവൾ പഠിക്കാനുള്ള സാഹചര്യം ഒന്നുമില്ല. അപ്പോൾ അടുത്ത് തന്നെ അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇതേ സബ്ജക്റ്റ് ഉള്ളത്. അപ്പം ഞാൻ മോളെ അവളുടെ രാത്രിയിൽ അവരുടെ വീട്ടിലോട്ട് വിട്ട് അവൾ വായിക്കുന്നത് എന്തോന്ന് വെച്ചാൽ കേട്ട് പഠിച്ച് മോക്കാവുന്നത് എഴുതിയാൽ മതി, അറ്റൻഡ് ചെയ്യുക. അപ്പോൾ 20 മരിച്ച് 22 ഫണുലാൻ സർവീസ് 21 മോളുടെ പരീക്ഷയാണ്. അപ്പം കുഞ്ഞ് രാത്രിയിൽ അവിടെ 10 മണി വരെ പോയുള്ളൂ. 10 മണി വരെ അവളുടെ മരുന്ന് പറയുന്നത് എന്തോന്ന് വെച്ചാൽ അത് കേട്ട് പിറ്റേന്ന് പോയി അവൾ പരീക്ഷ എഴുതി. വീട്ടൊക്കെ റിസൾട്ട് വന്നപ്പോൾ അതിന് മാത്രം A+ ഉള്ള, ഒന്നിനും A+ ഇല്ല. ഏറ്റവും തോനെ മാർക്ക് വാങ്ങിച്ച് ആ ദിവസത്തെ പരീക്ഷ അവൾ പാസ്സായത്. മാതാവിൻ്റെ അനുഗ്രഹം മാത്രമായിരുന്നു. അവൾ പരീക്ഷ എഴുതാൻ പോയപ്പോൾ മാതാവിൻ്റെ കാശുരൂപം കൊടുത്ത ഞാൻ വിട്ട്. മാതാവിൻ്റെ പ്രാർത്ഥന അവളെ കൊന്തമാലയും കൊടുത്ത് മാതാവിൻ്റെ കാശുരൂപവും പിടിച്ച് അവൾ പരീക്ഷ എഴുതാൻ പോയത്. അങ്ങനെ അവൾക്ക് BTechന് ആ വിഷയത്തിന് ഫുൾ A+ കിട്ടി. പിന്നെ 2 സപ്ലി ഉണ്ടായിരുന്നു അവൾക്ക്. ഈ വർഷം അവൾ എഴുതിയെടുത്തു. അതിന് മാതാവ് സഹായിച്ചു. ഏത് പരീക്ഷയ്ക്ക് പോയാലും എൻ്റെ മാതാവിൻ്റെ കാശുരൂപം കൊടുത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ വിടുന്നു. അതുപോലെ ഇളയ മകള് ഞങ്ങൾ ആസാമിലായിരുന്നതുകൊണ്ട് അവൾക്ക് മലയാളം ഒന്നും അറിയത്തില്ല. ഹസ്ബൻഡിൻ്റെ രോഗം 2021 ഇങ്ങനെ ആയപ്പം ട്രീറ്റ്മെൻറ്റ് ഇവിടെ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടിങ്ങ് പോയിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് നാട്ടിൽ മോള് സ്റ്റേറ്റിലാണ് ചേർത്തത്. മലയാളമൊക്കെ പഠിക്കണം. എങ്ങനെ പഠിച്ചു മലയാളം എന്നൊന്നും എനിക്കറിയത്തില്ല. 9ഉം 10ഉം മലയാളം പഠിക്കണം. അവൾ നല്ലതായിട്ട് മലയാളം പഠിച്ച് മാതാവിൻ്റെ കാശുരൂപവും വിശുദ്ധ തൈലവും കൊണ്ടാണ് എൻ്റെ കുഞ്ഞിനെ ഇന്ന് ഞാൻ രാവിലെ സ്കൂളിൽ വിടുന്നത്. അങ്ങനെ അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കാനൊക്കെ വളരെ മോശമാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അവൾ വളരെ ലേസിയാണ്, വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ആ കുഞ്ഞിനെ 9 A+ഉം 1 B+ഉമായിട്ട് മാതാവ് പാസ്സാക്കി തന്നു. ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാനതിന് പറയുകയാണ്. എൻ്റെ മാതാവിൻ്റെ കാശുരൂപം ഞാൻ ഷട്ടിൽ കുത്തിയാണ് അവളെ എന്നും വിടുന്നത്. കുടുംബത്തായാലും തിരുനെറ്റിയിൽ അവിടെ നെറ്റിയിൽ പൂശി പ്രാർത്ഥിച്ചാണ് ഞാൻ വിടുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ സങ്കടം വരുമ്പോൾ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപത്തെ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് എഴുതുന്നു. ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ മാതാവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തന്നു. അതുപോലെ ഞാൻ ജോലിക്ക് പോകുന്നത് അടുത്ത് ആയതുകൊണ്ട് സ്കൂട്ടറിലാണ് പോകുന്നത്.
അപ്പോൾ ഈ ഫെബ്രുവരിയിൽ ഞാൻ അങ്ങോട്ട് രാവിലെ 8:15 ഞാൻ സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് ട്രാഫിക് സിഗ്നൽ കണ്ട് പോകുമായിരുന്നു. പെട്ടെന്ന് റെഡ് ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ നിർത്തി. പക്ഷേ പുറകെ വന്ന് സ്കൂട്ടർ എന്നെ ഇടിച്ച് ഞാൻ സ്കൂട്ടറിൽ സൈഡിലോട്ട് അങ്ങ് വീണപ്പം റൈറ്റ് സൈഡിലോട്ടാണ് വീണത്. പക്ഷേ അവിടെ നിന്ന് അവിടെ വണ്ടിയൊന്നും വന്നില്ല. അപ്പോൾ അങ്ങനെ രക്ഷിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ ഇത്രയും നീരുണ്ട്, ഇവിടെ ഇങ്ങനെ വീർത്ത് വന്നു. ഇവിടെ നീരുണ്ട്. ഞാൻ നോക്കിയപ്പം ഇവിടെ ഇങ്ങനെ മുറിയുകയും ചെയ്തു, ഇത്രയും നീരുമുണ്ട്. അപ്പം പോലീസുകാരൊക്കെ വന്ന് വണ്ടി പിടിച്ച് നേരെയൊക്കെ വെച്ച് ഞാൻ എണീറ്റ് നിൽക്കാൻ പറ്റുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞാൻ തന്നെ സ്കൂളിൽ പോകണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ വണ്ടി എടുത്ത് ഞാൻ സ്കൂളിലോട്ട് പോകാൻ നോക്കി. സ്കൂളിലോട്ട് പോകാൻ കുറച്ച് ദൂരം ചെയ്തപ്പം ടെൻഷൻ കൊണ്ടാണോന്ന് അറിയത്തില്ല, വീണ്ടും ഞാനങ്ങ് മറിഞ്ഞ് വീണു. തന്നെ 2 പ്രാവശ്യം മറിഞ്ഞ് വീണ് സ്കൂട്ടറിൽ. നോക്കിയപ്പോൾ അവിടെ തന്നെ വീണ്ടും ഇച്ചിരി കൂടെ വീർത്ത്, ഇവിടെയും വീർത്തു. ഇപ്പം ഞാൻ പുറകിൽ എൻ്റെ സ്കൂൾ ബസ് ഉണ്ടായിരുന്നു. അവിടുത്തെ ആൻറ്റി വന്ന് വണ്ടി എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവർ ഫസ്റ്റ് എയ്ഡൊക്കെ തന്നു. അവർ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകണോ? ഞാൻ പറഞ്ഞു വേണ്ട. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് ഉടമ്പടി തൈലം എടുത്ത് ഈ നീര് വെച്ചെടുത്ത് പുരട്ടി ആ ഉടമ്പടി ഉപ്പും എടുത്ത് വെള്ളമൊഴിച്ച് ചൂടൊക്കെ വെച്ച് നീരുണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ പിറ്റേന്ന് സ്കൂളിൽ നീര് കുറഞ്ഞില്ലെങ്കിൽ ആശുപത്രി പോകാമെന്നുള്ള വിചാരിച്ചാണ്. അപ്പോൾ പിറ്റേന്ന് സ്കൂളിൽ ഫംഗ്ഷനും കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നീരങ്ങോട്ട് കുറയുന്നില്ല. അപ്പോൾ രാത്രി മൊത്തം ഞാൻ പ്രാർത്ഥിച്ച മാതാവേ, എൻ്റെ കൈക്ക് ഒരു കുഴപ്പവും കാണില്ല, എന്നെനിക്ക് വണ്ടി ഓടിക്കാനും പറ്റത്തില്ല, എനിക്ക് വീട്ടിൽ ആരുമില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് ജോലിക്ക് പോകണം, മാതാവേ എനിക്ക് സൗഖ്യം തരണേ, ഡോക്ടർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നും കാണില്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചതിന് പോലെ പിറ്റേന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ കണ്ടപ്പോഴേ പറഞ്ഞു ആ ഇടിച്ചതിൻ്റെ നീരാണ്, അല്ലാതെ കൈക്ക് ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല ഡോക്ടറോട്, ഇത്ര നീരുണ്ട്, എനിക്ക് പേടിയായി, പിന്നെ വല്ലതും ഉണ്ടായാലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഉടമ്പടി തൈലവും ആ ഉപ്പിട്ട വെള്ളവും മാത്രം വെച്ചുകൊണ്ട് ആ നീരങ്ങ് മാറിപ്പോയി. എനിക്ക് പൂർണ്ണ സൗഖ്യമൊന്നുമില്ല, ആരോഗ്യത്തോടെ ഞാൻ വണ്ടി ഓടിക്കുന്നു. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞാണ് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. പക്ഷേ അന്ന് എനിക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആണ്ട് ഓരോ തടസ്സങ്ങളായി ഞാൻ വന്നില്ലായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ വീണ്ടും ഞാൻ വീട്ടിലങ്ങോട്ട് നടന്നപ്പം തെന്നിയാണോന്ന് അറിയത്തില്ല, കാല് എന്ന് കട്ടൽപ്പടിയിലിടിച്ച് കാലിൻ്റെ അവിടെ ശകലം നീര് വന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ വേറെ ഇവിടെ ശകലം ലിഗമെൻറ്റിന് ബ്രേക്ക് പോലുണ്ട്. അപ്പം ഞാൻ ഓർത്ത് മാതാവ് എന്നെ ഉറപ്പിച്ചായിരിക്കും, ഞാൻ അന്ന് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. അപ്പം ഇത് അറിഞ്ഞപ്പം തന്നെ ഇന്ന് രാവിലെ ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാൻ വന്നതാണ്. അതുപോലെ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും വീടിൻ്റെ കുറച്ച് ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം എനിക്ക് വീടിൻ്റെ പണി കുറച്ച് പൂർത്തിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യും, കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ ഉപ്പെടുത്ത് എവിടെയാണോ പണി നടക്കാനുള്ള അവിടെ ഞാനിങ്ങനെ കുരിശ് വരച്ച് വീടിന് ചുറ്റും 4 വശവും ഉപ്പ് കൊണ്ടിട്ട് കുഴിച്ചിട്ട് മാതാവ് എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കണം, എനിക്ക് അതിനുള്ള സാഹചര്യം തരണേ. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കോൺട്രാക്ടർ വന്ന് ഇതിൻ്റെ പണി പുള്ളി ഏറ്റെടുത്തത് ഇപ്പം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ തന്നു. അതുപോലെ എൻ്റെ ജീവിതത്തിൽ എന്താവശ്യം വന്നാലും ചിലപ്പോഴൊക്കെ എനിക്ക് ഏതാ ശരി ഏതാ തെറ്റെന്നൊന്നും എനിക്കറിയത്തില്ല. ചോദിക്കാൻ ഹസ്ബൻഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്ന് ചോദിക്കാം, ആരുമില്ല. കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നത് എന്തുവാ ഏതാ ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ ഫോണിന് ഹോം സ്ക്രീനിലും മാതാവിൻ്റെ ഫോട്ടോ ഞാൻ ചോദിക്കും, മാതാവേ ഞാൻ എന്തോ വേണ്ടുന്നത്, ഏതാ ശരി ഏതാ തെറ്റ് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം നല്ലതാണെങ്കിൽ മാത്രമേ തീരുമാനം എടുക്കാൻ സഹായിക്കണം. അങ്ങനെ ഓരോന്നിലും എൻ്റെ മാതാവ് എന്നെ സഹായിക്കുകയാണ്. അതുപോലെ എല്ലാ ആവശ്യങ്ങളിലും മനസ്സ് തകർന്ന് കരഞ്ഞ അവസരങ്ങളിൽ ആൾക്കാർക്ക് ഇപ്പം ഞാനൊരു അത്ഭുതമാണ്, ഞാനിങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഇപ്പോൾ ഇത്രയായിട്ടും തളരാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ മാതാവ് എന്നെ സഹായിക്കുന്നു. എല്ലാം തന്ന അനുഗ്രഹങ്ങൾ മാതാവിനോടും ദൈവത്തോടും നന്ദി പറയുന്നു. സങ്കീർത്തനം 18:6 തിരുവചനങ്ങൾ ഇപ്രകാരം അരുളി ചെയ്യുന്നു: കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. ഈ സാക്ഷ്യത്തിൽ എല്ലാം വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഈ മകള് നമ്മോട് പങ്കുവച്ചു. തനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ തന്നെ തനിക്ക് അറിയില്ലായിരുന്നു. ആ ഒരു അവസ്ഥയിൽ ഇന്ന് കുടുംബത്തിൻ്റെ ഭാരം സ്വന്തം ചുമലിലേറ്റി അമ്മയുടെ കയ്യിലേക്കെല്ലാം കൊടുത്തുകൊണ്ട് ഈശോയെ ഏൽപ്പിച്ച് എത്ര ലാഘവത്തോടെ ഇന്ന് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നു. തനിക്കൊന്നും സാധ്യമായിരുന്നില്ല, എല്ലാം ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. എന്നാൽ 32:8 സങ്കീർത്തനം പറയുന്നത് പോലെ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കും എന്നുള്ള ആ ഒരു തിരുവചനമൊക്കെ ജീവിതത്തിൽ അന്വർത്ഥമാവുകയാണ്. അങ്ങനെ തൻ്റെ ഹസ്ബൻഡിന്
രോഗസൗഖ്യം ലഭിച്ചില്ല, എന്നാൽ കുറച്ച് നാൾ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാൻ തങ്ങൾക്ക് കഴിഞ്ഞു. അത് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അദ്ദേഹം വിട്ടുപോകും എന്നുള്ള അവസ്ഥയിലായിരുന്ന അവസ്ഥയിൽ നിന്നൊക്കെ എങ്ങനെയാണ് പിന്നീട് കോമ സ്റ്റേജിലേക്കൊക്കെ പോയത്? വീണ്ടും ഇവർക്ക് 3 മാസത്തോളം ശുശ്രൂഷിക്കുവാനുള്ള അവസരങ്ങൾ ലഭിച്ചത് മകളുടെ തൻ്റെ പപ്പയുടെ മരണ ദിവസത്തിൽ തന്നെ ആ മകൾക്ക് എക്സാം എഴുതുന്നതിന് ആര് ധൈര്യം കൊടുത്തു? എങ്ങനെയാ മകൾ എക്സാം എഴുതി? ഉടമ്പടി കാശുരൂപം പിടിച്ചുകൊണ്ട് പോകുന്നു. അമ്മയെ കൂട്ടുപിടിക്കുന്നത് തന്നെയാണ് ഉടമ്പടി കാശുരൂപം നമ്മ കൈപ്പിടിക്കുമ്പോൾ. അങ്ങനെ അമ്മയാണ് പരീക്ഷ എഴുതിച്ചത്. മറ്റെല്ലാ സബ്ജക്റ്റുകൾക്കും കിട്ടുന്നതിലധികം മാർക്ക് പപ്പ മരിച്ച ദിവസം ആ മകൾ എഴുതിയ ഇതിന് കിട്ടുകയാണ്. അങ്ങനെ എന്തെല്ലാം നമുക്ക് എവിടെയൊക്കെ ആവശ്യമുണ്ടെന്നറിയുമ്പോൾ അവിടെ ഓടിയെത്തുന്ന ആ അമ്മ ഒരിക്കലും നമ്മുടെ കഷ്ടസ്ഥിതികളിൽ നമ്മെ താങ്ങാതെ നിൽക്കുന്നില്ല. നമുക്ക് ആ ബോധ്യങ്ങളിൽ കിട്ടി നാമും ഉറച്ച് വിശ്വസിച്ച് മുമ്പോട്ട് വരുമ്പോൾ ജീവിതത്തിലെ മൊത്തം പിന്നീട് നമുക്ക് കൃപകളെക്കുറിച്ചേ പറയാനുണ്ടാവുകയുള്ളൂ. നമുക്ക് ദുഃഖങ്ങളില്ലാഞ്ഞിട്ടല്ല, എന്നാൽ ആ ദുഃഖങ്ങളെക്കാൾ ഉപരിയായിട്ട് അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്കൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ കുടുംബത്തെ നമുക്ക് സമർപ്പിച്ച് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം.